വിശ്വാസികളുടെ സംഗമ ഭൂമിയായി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച സംയുക്ത ഈദ്ഗാഹ്. ലവ് ജിഹാദ് എന്നൊന്നില്ലെന്നും ചടങ്ങിൽ ആശംസാ സന്ദേശം നൽകിക്കൊണ്ട് മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രം മതേതരത്വമാണ്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല മതേതരത്വമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കടപ്പുറത്തിന് പുറമെ ജില്ലകളിലെ വിവിധ പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. ഇന്നലെ ശവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ ജില്ലയിലെ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കത്തിലായിരുന്നു. ശേഷം കഠിനമായ നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികളെല്ലാം കോഴിക്കോട് കടപ്പുറത്ത് ഈദ് നമസ്കാരത്തിനായി ഒത്തുകൂടി. وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. സമകാലിക വിഷയങ്ങളിൽ വലിയ വിമർശനമായിരുന്നു ആശംസാ സന്ദേശം നേർന്നുകൊണ്ട് മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉയർത്തിയത്. There is love but no jihad. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. There is love. അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദർ ഇസ് നോ ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല. ഇവിടെ ആരും അതിൽ പ്രവർത്തിക്കുന്നില്ല. അതിന് ആവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ അസൗകര്യമുണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനവും അദ്ദേഹം നടത്തി. വെള്ളിയാഴ്ചയാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ വരുന്നത്, 26-ാം തീയതി. അതിന് അസൗകര്യമുണ്ട് നമുക്ക് എന്നറിയിച്ചെങ്കിലും അത് അധികാരികൾ മാറ്റിവെച്ചിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? വളരെ രാവിലെ നേരത്തെ പോയി വോട്ട് ചെയ്യുക. ജുമാ ഹുത്തുബയും ഒക്കെ അതിന് മിനിമം സമയം കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് ബാക്കി സമയത്ത് വീണ്ടും വോട്ട്. ഇതാണ് അതിൽ പറയാനുള്ളത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ, LDF സ്ഥാനാർത്ഥി എളമരം കരീം എന്നിവരും ഈദ് നമസ്കാരത്തിൽ പങ്കാളികളായി. ശേഷം വിശ്വാസികളോട് വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥികൾ ആശംസകൾ കൈമാറി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.